ശശി തരൂർ MP പുകഴ്ത്തിയ കേരളത്തിന്റെ വ്യവസായ നേട്ടങ്ങളെ തള്ളിപ്പറഞ്ഞ് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. കോഴിക്കടകളും തട്ടുകടകളും പൂട്ടിപ്പോയ കടകളും വരെ ഉൾപ്പെടുത്തിയാണ് കേരളത്തിൽ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായതെന്ന് സർക്കാർ അവകാശപ്പെടുന്നതെന്ന് K. സുധാകരൻ വിമർശിച്ചു. തരൂർ പുകഴ്ത്തിയ വ്യവസായ നേട്ടങ്ങളെ തള്ളിപ്പറയുമ്പോഴും തരൂരിനെ നേരിട്ട് വിമർശിക്കാൻ സുധാകരൻ തയ്യാറായില്ല. സ്റ്റാർട്ടപ്പ് വളർച്ചയ്ക്ക് തുടക്കം ഇട്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നും അവിടെ നിന്ന് അർഹിക്കുന്ന വളർച്ച കേരളത്തിന് ഉണ്ടായില്ലെന്നും KPCC അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. സംരംഭകരെ തല്ലിയൊടിക്കുകയും കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുകയും ചെയ്ത ചരിത്രമുള്ള CPM മനംമാറ്റം നടത്തിയാൽ അതിനെ സ്വാഗതം ചെയ്യും. എന്നാൽ വീമ്പിളക്കരുതെന്നും സുധാകരൻ പറഞ്ഞു. പുതിയതായി തുടങ്ങിയ 2.90 ലക്ഷം സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാൻ വ്യവസായ മന്ത്രിയെ വെല്ലുവിളിക്കുന്നതായും സുധാകരൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് നേരിട്ട് പരിശോധന നടത്താൻ മന്ത്രി തയ്യാറാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. K. സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെ: കോഴിക്കടകളും തട്ടുകടകളും പൂട്ടിപ്പോയ കടകളും വരെ ഉൾപ്പെടുത്തിയാണ് കേരളത്തിൽ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായതായി പിണറായി സർക്കാർ അവകാശപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ 2020 കൊണ്ടുവന്ന ഉദ്യം പദ്ധതിയിൽ കടകളുടെ രജിസ്ട്രേഷൻ നടത്തിയതോടെയാണ് സംരംഭങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായത്. ഉദ്യം പദ്ധതിയിൽ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്താൽ വായ്പയും സബ്സിഡിയും സർക്കാർ പദ്ധതികളുമൊക്കെ കിട്ടാൻ എളുപ്പമായതിനാൽ ആളുകൾ വ്യാപകമായ തോതിൽ രജിസ്ട്രേഷൻ നടത്തി. ഇത് നിർബന്ധമാണെന്നും പ്രചരിപ്പിച്ചു. കുടുംബശ്രീ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ വലിയ തോതിൽ എണ്ണം കൂടി. അങ്ങനെയാണ് സംരംഭങ്ങളുടെ എണ്ണം കുതിച്ചു കയറിയത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സർവേ പ്രകാരം 2018-19 ഉണ്ടായിരുന്നത് 13,826 ചെറുകിട സംരംഭങ്ങളാണ്. 2019-20 13,695, 2020-21 11,540, 2021-22 15,285 സംരംഭങ്ങൾ ഉണ്ടായിരുന്നു. 2020 ഉദ്യം പദ്ധതി വന്നതിനെ തുടർന്ന് 2020-21 സംരംഭങ്ങളുടെ എണ്ണം 1,39,839 കുതിച്ചുയർന്നു. തൊട്ടടുത്ത വർഷം 1,35,096 ഇപ്പോഴത് 2.90 ലക്ഷമായെന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത്. 2 മിനിറ്റിൽ വ്യവസായം തുടങ്ങാമെന്നത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന കാര്യമാണ്. പുതിയതായി തുടങ്ങിയ 2.90 ലക്ഷം സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാൻ വ്യവസായ മന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഇത് സംബന്ധിച്ച് നേരിട്ട് പരിശോധന നടത്താൻ മന്ത്രി തയ്യാറാണോ? MSME സർവേയിൽ കേരളം ഒന്നാമതായിരുന്നു. IT-യിലുണ്ടായ വളർച്ചയുടെ കാര്യത്തിലും പൊങ്ങച്ചത്തിൽ കവിഞ്ഞൊന്നുമില്ല. കേരളത്തിന്റെ IT കയറ്റുമതി ഇപ്പോൾ 24,000 കോടി രൂപയുടേതാണെങ്കിൽ കർണാടകത്തിന്റേത് 4.11 ലക്ഷം കോടിയും തെലങ്കാനയുടേത് 2.1 ലക്ഷം കോടിയുമാണ്. തമിഴ്നാട്ടിന്റേത് 1.70 ലക്ഷം കോടിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവ സംരംഭകരെ വാർത്തെടുക്കുന്ന സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് തുടക്കമിട്ടത് 2016 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അത് 2011 തുടക്കമിട്ടു. അവിടെ നിന്ന് കേരളം അർഹിക്കുന്ന വളർച്ച ഉണ്ടായില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം ഇപ്പോൾ ഏറ്റവും പിന്നിലാണ്. സംരംഭകരെ തലയൊടിക്കുകയും കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുകയും ചെയ്ത ചരിത്രമുള്ള CPM മനംമാറ്റം നടത്തിയാൽ അതിനെ സ്വാഗതം ചെയ്യും. എന്നാൽ വീമ്പിളക്കരുതെന്ന് സുധാകരൻ പറഞ്ഞു. അതേസമയം VD സതീശനടക്കം തരൂരിനെ വിമർശിക്കുമ്പോഴും സുധാകരൻ കടുത്ത വിമർശനത്തിന് തയ്യാറല്ല. AICC നേതാവായ തരൂരിന്റെ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നാണ് വിമർശനം. തരൂരിന്റേത് അച്ചടക്ക ലംഘനമാണെന്ന് നേതാക്കൾ പറയുമ്പോഴും നേതാക്കൾ ആരും പരാതി കൊടുക്കാൻ തയ്യാറല്ല. നടപടി തീരുമാനിക്കേണ്ടത് AICC ആണെന്നും KPCC നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്.